Yes, get in. Please get in. Please get in. Please, get in, please. Okay. Dear parents, good evening. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ പാരൻറ്റ് ടീച്ചേഴ്സ് PTA മീറ്റിംഗ് നടക്കുകയാണ്. അതിനു മുന്നായി ഒരു 2 മിനിറ്റ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ബീങ് എ ടീച്ചർ ആസ് വെൽ ആസ് വൺ ഓഫ് ദി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇൻ PTA, ഐ വുഡ് ലൈക്ക് ടു സജസ്റ്റ് യു സംതിങ്. അത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള ആസ് പെർ യു ഓൺലി. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ കമ്പൽഷൻ. ഓക്കെ, നമ്പർ 1, വാട്ട് ഈസ് PTA? എന്താണ് പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ? എം ഐ കറക്റ്റ്? ഓക്കെ. പക്ഷേ ഇതിൻ്റെ എന്തിനു വേണ്ടിയാണ്, നെയിം എന്താണെന്ന് ആർക്കും ഇതുവരെയ്ക്കും അത്ര 100% പിടി കിട്ടിയിട്ടില്ല. ഇവിടെ മാത്രമല്ല, എവിടെ. കാരണം PTA എന്ന് പറഞ്ഞ മെയിൻ റോളാണ്. സ്കൂളിലെ ഏറ്റവും വലിയ ആൾ നിങ്ങൾക്കറിയാം പ്രിൻസിപ്പളാണെന്ന്. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും PTA പ്രസിഡൻ്റ് ആണെന്ന്. നോ ഡൗട്ട് അറ്റ് ഓൾ. കാരണം സ്കൂളിൻ്റെ കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷൻ നോക്കുന്ന പ്രിൻസിപ്പൾ ആണെങ്കിൽ കൂടി അതിൻ്റെ ബാഹ്യമായി കുട്ടികളുടെ കാര്യങ്ങൾ, ടീച്ചറുടെ കാര്യങ്ങൾ, സ്കൂൾ സറൗണ്ടിങ്സ്, ക്ലീനിങ്സ്, അതൊക്കെ നോക്കേണ്ടത് PTA ജോലിയാണ്. പക്ഷേ ഈ PTA ആരും അത് ചെയ്യുന്നില്ല. ഇമ്പോർട്ടൻ്റ് റോൾ എന്താ? അവരുടെ പിക്നിക്ക് പോകുമ്പോൾ അവരുടെ കൂടെ പോവുക. ഓക്കെ, ഏതെങ്കിലും ഫംഗ്ഷൻ സ്കൂൾ നടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം വിളമ്പുക, പായ വിരിക്കുക, ഡെക്കറേഷൻ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ PTA പേരും പറഞ്ഞ് ഒരു ബസ് വാങ്ങി അതിൽ നിന്ന് പടം പിരിക്കുക. ഇതൊക്കെ തന്നെ PTA ജോലി. വേറെ ഒന്നും അവർ ചെയ്യുന്നില്ല. റിയലി ഫാക്റ്റ്. എപ്പോഴും ഒരു മീറ്റിംഗ് വരും, ചായയും പക്കോടയും കഴിച്ച് അവർ പോകും. അത്രയേ ഉള്ളൂ. ആരെന്താ അവിടെ ചെയ്തത്? PTA വളരെ വലിയൊരു റോളാണ്. PTA ഡ്യൂട്ടിയാണ് സ്കൂൾ സറൗണ്ടിങ്സ് ക്ലീൻ ആണോ, അഡ്മിനിസ്ട്രേഷൻ കറക്റ്റാக നടക്കുന്നുണ്ടോ, ബസ്സുകൾ കറക്റ്റാக ഓടുന്നുണ്ടോ, ബസ്സിൻ്റെ അതായത് സ്കൂൾ ബസ്സസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് സ്കൂൾ ബസ് കറക്റ്റാக ഓടുന്നുണ്ടോ, അതിലെ ഡ്രൈവർ ഫിറ്റാണോ, ബസ് ഫിറ്റാണോ, ഇതൊക്കെ നോക്കണം. കുട്ടികളെ സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്ത് കറക്റ്റാണോ, പിക്ക് ആൻഡ് ഡ്രോപ്പ് കറക്റ്റ് പ്രൊസീജിയറാണോ, ഇതൊക്കെ പേരൻറ്റ് ടീച്ചേഴ്സ് PTA ഡ്യൂട്ടിയാണത്. ആക്ച്വലി PTA ഒരു മെമ്പറിന് ഒരു മാസം ഒരിക്കൽ ഒരു മെമ്പറിനെ ഏർപ്പെടുത്തണം. അത് കംപ്ലീറ്റ് വാച്ച് ചെയ്യാൻ വേണ്ടി ആസ് എ വാച്ച് ലോക്ക്. അവർ വാച്ച് ചെയ്യും. കറക്റ്റ് ടീച്ചർ ഏതെങ്കിലും കുട്ടികളുടെ റിപ്പോർട്ട് വരികയാണ്, എന്താ ടീച്ചർക്ക് പഠിപ്പിക്കാൻ അറിയില്ല, മാത്സ് ടീച്ചർക്ക് അത്ര പോരാ, അത് പറഞ്ഞാൽ അത് PTA അടുത്ത് പറയണം. PTA ജസ്റ്റ് ആരെ പ്രിൻസിപ്പളിൻ്റെ നോളജ് കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ആ റൂൾ അതിൻ്റെയൊക്കെ. പക്ഷെ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല. ഓക്കെ, ഇപ്പം ഞാൻ ഇതൊന്നുമല്ല നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഇഷ്യൂസ്. എൻ്റെ ഇമ്പോർട്ടൻ്റ് ഇഷ്യൂസ്, എൻ്റെ ഒരു സജഷൻ, ദിസ് സ്റ്റിക്ക്. പണ്ട് ഈ ഒരു വടി ഉണ്ടായിരുന്നു എല്ലാ ടീച്ചറുടെ കയ്യിലും, ഒരു ചൂരൽ വടിയിലെ. ഇന്ന് അതില്ല, അതെടുത്ത് കളഞ്ഞു. ഓക്കെ, അത് തിരികെ കൊണ്ടുവരണം. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈ? എന്തിന്? നിങ്ങൾക്കറിയോ, എൻ്റെ സ്കൂൾ കാലത്ത് 1965-66 ഞങ്ങളുടെ സ്കൂളിൽ ഒരു ആരിക്കോയ മാഷ് ഉണ്ടായിരുന്നു, തിരുവങ്ങൂർ സ്കൂളിൽ. ഓക്കെ, സോറി, മാഷില്ല, നമസ്കാരം മാഷ്ക്ക്. ഓക്കെ, പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അവർ എഴുന്നേറ്റ് ഈ വടി കൊണ്ടൊന്ന് എഴുന്നേറ്റ് ഞാനൊന്നൊക്കെ മൂത്രം ഒഴിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്തോ ഇന്ന് വടി പിടിക്കേണ്ട കയ്യിൽ അധികം മാസ്റ്റർമാരും കൊടിയാണ് പിടിക്കുന്നത്. അതാണ് എനിക്ക് സങ്കടം. അതാണ് സ്കൂളിൻ്റെ ഇത് പോയി പോകുന്നത്. അപ്പം ഈ വടി തിരിച്ചു വരണം നമ്മളതിന്. ഇപ്പം എന്താ പ്രശ്നം? ഒരു പക്ഷേ ഒരു കുട്ടിയുടെ ആരെങ്കിലും മാഷ് അടിച്ചാൽ ഉടനെ കുട്ടി പേരൻസോടോ ആരോടോ അല്ല പറയുന്നത്, നേരെ പോയി ചീഫ് മിനിസ്റ്റർക്ക് റിപ്പോർട്ട്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അല്ലെങ്കിൽ DGP, നോട്ട് പോലീസ് സ്റ്റേഷൻ, DGP, അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. സോ നമ്മൾക്ക് വേണ്ടത് നല്ലൊരു തലമുറയാണ്. ഓക്കെ, അതായത് ചുമ്മാ പഠിച്ച് ഡോക്ടറാകോ എഞ്ചിനീയറാകോ വക്കീലായോ ഒരു യൂസും ഇല്ല. കൈക്കൂലി വാങ്ങിയിരിക്കുന്നൊരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൊരു ഡോക്ടർ, സിമെൻറ്റിൽ വെള്ളം ചേർത്ത് പാലം ഉണ്ടാക്കുന്നൊരു കോൺട്രാക്ടർ, കള്ളസാക്ഷി പറയുന്നൊരു വക്കീൽ, ഇതൊക്കെയാണോ നമുക്ക് വേണ്ടത്? അല്ല. ഡിസിപ്ലിനായ ഒരു പ്രൊഫഷണൽസിനെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ? കറക്റ്റ്, യെസ്. അതുകൊണ്ട് ഇത് നിങ്ങൾ ഈ പോയിൻ്റ് അവിടെ വരും PTA മീറ്റിങ്ങിൽ. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷേ ഇത് വരണമെങ്കിൽ, ഈ വടിയുടെ സംഭവം വടി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് പൊളിറ്റിക്സ് ഷുഡ് ബി എറാഡിക്കേറ്റ് ഫ്രം സ്കൂൾ ക്യാമ്പസ്. അതാണ് വെരി ഇമ്പോർട്ടൻറ്റ്. പൊളിറ്റിക്സ് ഉള്ളിടത്തോളം, സ്കൂളിൽ ഉള്ളിടത്തോളം കാര്യം നടക്കില്ല. മനസ്സിലായല്ലോ? അവരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മാസ്റ്റർമാരോട് എനിക്ക് പറയാനുള്ളത്, വടിക്ക് പകരം ഒരിക്കലും കൊടി പിടിക്കാതെ വടി പിടിക്കാൻ നോക്കൂ. ഇനി നിങ്ങൾക്കറിയാം, ദൈവം പോലും സമ്മതിച്ച മാതാപിതാ ഗുരു ദൈവം കേട്ടിട്ടില്ലേ? ദൈവം പോലും പറയുന്നു വേദം ലാസ്റ്റാണ്, ഗുരു കഴിഞ്ഞിട്ടാണ് ദൈവം. പക്ഷേ നമ്മളത് സമ്മതിക്കുന്നില്ല. മാതാപിതാ, പൊളിറ്റിക്സ്, ദെൻ ദൈവം വരുന്നു. തെറ്റല്ലേ? ഗുരു അവിടെ പോയി. മനസ്സിലായില്ലേ? ഇന്ന് വരെ ഗുരുത്വമില്ലേ? ഗുരു ശിഷ്യ ബന്ധം ശരിയല്ലേ? ഇന്ന് സ്കൂൾ കണ്ടില്ലേ? സ്കൂളിൽ കുട്ടി ബാബോട്ടാ ഇന്നലെന്താ വന്നില്ല?
എന്തോ അളിയനോട് പറയുന്നവരെ മാഷോട് ബാബു കേട്ടാം. ആ സ്കൂളൊക്കെ കേട്ടിട്ടുണ്ട്. സജീവൻ എന്തായി നേരത്തെ പോകുന്നു? അവിടെ സജീവനെ മാഷാണ്, നോക്കൂ, ഒരു മാഷ വിളിക്കുന്നതാണത്. പണ്ടൊക്കെ എന്തായിരുന്നു സ്ഥിതി? അതുകൊണ്ട് പേരൻസ് നിങ്ങളുടെ കയ്യിലല്ല ഇരിക്കുന്നത്. അതർവൈസ് നോ ഡൗട്ട് അറ്റ് ഓൾ, എനിക്ക് ഉറപ്പാണ്. ഇപ്പം നമ്മുടെ മിനിസ്റ്ററൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ സ്കൂളെല്ലാം കണ്ടിട്ട് 5 സ്റ്റാർ എന്ന് പറഞ്ഞ ആൾക്കാർ കയറിയിരുന്നു സ്കൂളിലേക്ക്. ഇനി 5 സ്റ്റാർ എന്ന് പറഞ്ഞല്ല ആൾക്കാർ കയറി ഇങ്ങനെ പോയാൽ കള്ള് ഷാപ്പാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കയറുക. അതുകൊണ്ട് ഉഷാർ, മനസ്സിലായി, ജാഗ്രതയായി. ഓക്കെ, ടൈമായി. അവിടെ നടന്നോളൂ. ഓക്കെ, താങ്ക് യു താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക്സ്.